ഇപ്പോൾ അമേരിക്കൻ സംഘർഷത്തിൽ താൽക്കാലിക വിരാമമെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്നുണ്ട്. തുടർച്ചയായ 13 ദിവസം ആക്രമണം നടത്തിയ ശേഷം കൂടുതൽ ആക്രമണങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അനുമതി നൽകിയില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രധാന പോരാട്ടത്തിലേക്ക് കടക്കാതെ നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറക്കാനാണ് അമേരിക്കയുടെ ശ്രമമെന്നാണ് ഇപ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. വൈറ്റ് ഹൗസും ഇറാനുമായി ചില ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ ഇതിനെ കൂടുതൽ ഗൗരവത്തോടെ കാണുന്നുവെന്നും കരാറിലെത്താൻ കൂടുതൽ ബുദ്ധിപരമായ തന്ത്രം വേണ്ടിവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതേസമയം ഹോർമുസ് കടലിടുക്കിലെ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒമാൻ സംഘമാണ് കൂടുതലും ചർച്ചകൾക്കായി ടെഹ്റാനിലും മറ്റും എത്തിയിരിക്കുന്നത്. ചർച്ചകൾ നടത്തിവരികയാണ്. ഈ ചർച്ചകളിൽ പുരോഗതി ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ച തന്നെ ഒരു കരാർ ഉണ്ടായേക്കാം എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ഇസ്രായേൽ ഇടയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇറാനെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ചില സൂചനകൾ ഇസ്രായേലിൻ്റെ സേനയുടെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും ഇപ്പോൾ ഇസ്രായേലിനെ തടഞ്ഞിരിക്കുകയാണ് അമേരിക്ക എന്നുള്ള വിവരങ്ങൾ കൂടിയാണ്. അജയ്, അത് പ്രധാനപ്പെട്ട ഒന്നാണ്. അമേരിക്ക ആക്രമണം നടത്തുന്നില്ല, ഒപ്പം ഇസ്രായേലിനെ തടയുന്നു. അത് മാത്രമല്ല, ഒമാന്റെ മധ്യസ്ഥതയിൽ ഒരു ചർച്ച നടക്കുന്നു. അതിൽ കരാറുണ്ടാകുമെന്ന് പറയുന്നതൊക്കെ ചില ആശ്വാസങ്ങൾ ഈ മേഖലയിൽ സൃഷ്ടിക്കുന്നുണ്ട്. രഞ്ജിത്ത്, ട്രംപാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരിക്കാവുന്ന വിവരം പങ്കുവച്ചത്. അദ്ദേഹത്തിനോട് വൈറ്റ് ഹൗസിൽ വെച്ച് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു. അപ്പോഴാണ് ട്രംപ് പ്രതികരിച്ചത് നിലവിൽ തങ്ങൾ ആക്രമണങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ് എന്നത്. കഴിഞ്ഞ ദിവസം ആക്രമണങ്ങളൊന്നും നടന്നിട്ടില്ല. ഇന്നത്തെ ദിവസവും നിലവിൽ ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത്തരത്തിൽ 2 ദിവസങ്ങൾ തുടരുകയാണ്. 13 ദിവസം തുടർച്ചയായിട്ട് ആക്രമണങ്ങൾ നടത്തിയതിന് ശേഷമാണ് അമേരിക്ക ഇപ്പോൾ തുടർച്ചയായിട്ട് വീണ്ടും ആക്രമണങ്ങളൊന്നും ഇല്ലാതെ നയതന്ത്ര ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നത്. ഇതിനു മുൻപേ ഒരു ധാരണാപത്രം ഇറാനുമായി ഒപ്പിട്ടതിന് ശേഷം ചർച്ചകൾ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുകയായിരുന്നു. ഇതിലൊരു കരാർ ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള പ്രതീക്ഷകളായിരുന്നു ലോകത്തിനുണ്ടായിരുന്നത്. പക്ഷേ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ടാണ് പിന്നീട് പുതിയ തരത്തിലുള്ള ആക്രമണങ്ങൾ അമേരിക്ക ഇറാനിലേക്ക് ആരംഭിക്കുന്നത്. അതിനുശേഷം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടികൾ ഉണ്ടാകുന്നു. ഹോർമുസ് വീണ്ടും ഒരു സംഘർഷ ഭൂമികയാകുന്നു. ഇപ്പോൾ വീണ്ടും അമേരിക്ക ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒമാന്റെ നേതൃത്വത്തിലാണ് ചർച്ച. ഇസ്രായേലും ഇതിനിടെ ഇറാനെ ആക്രമിക്കാൻ പദ്ധതി ഇട്ടിരുന്നതായിട്ടുള്ള ചില വിവരങ്ങളുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ US സന്ദർശനം അടുത്തയാഴ്ച നടക്കാനിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇറാനെ ആക്രമിക്കാൻ പദ്ധതി ഇട്ടിരുന്നതായിട്ടാണ് നിലവിൽ വിവരങ്ങൾ ലഭിക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു സ്ഥിരീകരണമില്ല. അമേരിക്ക ഇതിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ നിലവിൽ ഇത് സംബന്ധിച്ച് പുറത്തു വരുന്നുണ്ട്. എന്തായാലും അടുത്ത ആഴ്ചത്തെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സന്ദർശനം തീർച്ചയായിട്ടും നിർണായകമാണ്. അദ്ദേഹത്തിൻ്റെ US സന്ദർശനത്തിന് ശേഷം പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പുതിയ വഴിത്തിരിവുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും അതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.